ഹായ് നമസ്കാരം. ഞാൻ രതീഷ് വാരൂരാണ്. ആക്ച്വലി ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മൾ വളരെയധികം പ്രതീക്ഷയോടെ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിന്റെ നല്ല ഇന്ത്യയുടെ തന്നെ അതുല്യ നടൻ അഭിനയിച്ച സിനിമ, പൃഥ്വിരാജ് എന്ന നടനും സംവിധായകനും സംവിധാനം ചെയ്ത സിനിമ, മുരളി ഗോപി എന്ന മാസ്റ്റർ റൈറ്ററുടെ സിനിമ. അങ്ങനെ വളരെയധികം പ്രതീക്ഷകളോടെ കേരളം എന്ന ഈ ചെറിയ ഫിലിം ഇൻഡസ്ട്രി ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന തരത്തിലുള്ള പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയ എമ്പുരാൻ ഇന്ന് റിലീസായിരിക്കുകയാണ്. അപ്പോൾ എമ്പുരാന്റെ ട്രെയിലർ മുതൽ തന്നെ വളരെയധികം ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ ഈ സിനിമ കാത്തിരുന്നത്. എമ്പുരാന്റെ ഓരോ ക്യാരക്ടർ പോസ്റ്റ് വരുമ്പോഴും ആളുകൾക്കിടയിൽ വളരെയധികം ഒരു വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എമ്പുരാൻ ഇന്ന് റിലീസായിരിക്കുന്ന സമയത്ത് എമ്പുരാനെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എമ്പുരാൻ പറയുന്ന രാഷ്ട്രീയം അത് സ്വജനപക്ഷപാതവും മക്കൾ രാഷ്ട്രീയവും കമ്മ്യൂണിസത്തിന്റെ അപചയവും വർഗീയ രാഷ്ട്രീയ ശക്തികളുടെ കടന്നുവരവും അതുപോലെ ഉണ്ടാകുന്ന രാജ്യത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് എമ്പുരാനിലെ രാഷ്ട്രീയ വശങ്ങൾ എമ്പുരാൻ ചർച്ച ചെയ്യുന്നതെങ്കിലും എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള സിനിമയാണ്. മലയാളം എന്ന ചെറിയ ഫിലിം ഇൻഡസ്ട്രിയെ ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തിയ ഒരു സിനിമയാണ് എമ്പുരാൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ മികച്ച മേക്കിംഗ്, ഗംഭീര മേക്കിംഗ് ആണ്. ഓരോ ഫ്രെയിം ടു ഫ്രെയിം ഉള്ള മേക്കിംഗ് ഒക്കെ അതിഗംഭീരമാണ്. ഗംഭീര BGM ആണ്. മോഹൻലാലിന്റെ നമ്മുടെ ലാലേട്ടനൊക്കെ ആരാധകരെ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഹൈ മാസ് ഹൈ വോൾട്ടേജ് എൻട്രി ആണ് ലാലേട്ടന്റെ എൻട്രി എന്നൊക്കെ പറഞ്ഞ തിയേറ്റർ കുലുങ്ങും എന്നൊക്കെ പറയും. ശരിക്കും ഇന്നാണ് കുലുങ്ങുന്നത് എനിക്ക് തോന്നുന്നു. അമ്മാതിരിയുള്ള എൻട്രിയാണ് ലാലേട്ടന്റെ എൻട്രി എമ്പുരാന്റെ. അതുകൊണ്ട് തന്നെ എമ്പുരാൻ വളരെ വ്യത്യസ്തമായ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു മോഹൻലാൽ സിനിമ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഒരു പൃഥ്വിരാജ് സിനിമ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന മാസ്റ്റർ ഡയറക്ടറുടെ ഹൈലി ബ്രില്യന്റ് ആയിട്ടുള്ള വർക്കാണ് ഈ സിനിമ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹൈലി ബ്രില്യന്റ് അങ്ങനെ തന്നെ പറയണം. മലയാള സിനിമ എന്നുള്ള ഇന്ത്യൻ സിനിമയെ തന്നെ ലോക നിലവാരത്തിലേക്ക് ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന ഫീലിംഗ് ആണ് ഈ സിനിമയിൽ നമുക്ക് ഓരോ സീനിലും കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ലാലേട്ടന്റെ ഇന്റർവെല്ലിന് ശേഷമുള്ള കാട്ടിലുള്ള ഫൈറ്റ് സീനൊക്കെ അടക്കമുള്ള ഗംഭീര ഒരു മാസ് പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ പൃഥ്വിരാജ് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. ഇതിലെ രാഷ്ട്രീയ വശങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, പലതരത്തിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിനുകളും കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു സിനിമ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും നമുക്ക് തകർക്കാനോ വളർത്താനോ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ തകർന്നു പോവുകയും വളരുകയൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുമായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒന്നും ഒരു തരത്തിലും ഈ ഇന്ത്യയിൽ നടപ്പില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ സിനിമയെ സിനിമയായി കാണുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഹൈലി വോൾട്ടേജ് എന്റർടൈൻമെന്റ് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ ആസ്വദിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദിസ് ഈസ് രതീഷ് വാരൂർ സൈനിങ് ഓഫ്. ഓൾ ദ ബെസ്റ്റ്. എമ്പുരാൻ.